പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണില്ല. സാധാരണ നമുക്ക് ബാങ്കുകളിൽ ലഭിക്കുന്നത് കൂട്ടുപലിശയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം എൻ്റെ കയ്യിൽ 10,000 രൂപ ഉണ്ട് എന്നിരിക്കട്ടെ. അതിന് പലിശയായി ലഭിക്കുന്നത് 10%. അതായത് എൻ്റെ നിക്ഷേപത്തിന്, എൻ്റെ ഡിപ്പോസിറ്റിന് ലഭിക്കുന്നത് 10% പലിശയാണ്. അപ്പോൾ എത്ര പലിശയാണ് എനിക്ക് ലഭിക്കുക? അതായത് 10,000 × 10/100, അതായത് 1000 രൂപയാണ് ആദ്യത്തെ വർഷത്തെ തുടർച്ചയായ നിക്ഷേപത്തിന് എനിക്ക് ലഭിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 10,000 പ്ലസ് പലിശയായി കിട്ടിയ 1000, 11,000 രൂപയാണ് എൻ്റെ കയ്യിലുണ്ടായിരിക്കും. വീണ്ടും ഞാൻ രണ്ടാമത്തെ വർഷം ഈ 11,000 രൂപ ഞാൻ വീണ്ടും രണ്ടാമത്തെ വർഷം നിക്ഷേപിക്കുന്നു. അപ്പോൾ എനിക്ക് പലിശ ലഭിക്കുന്നത് ഈ 11,000 രൂപയ്ക്കാണ്. അപ്പോൾ 11,000ൻ്റെ 10% എത്രയായിരിക്കും? 1,100. അതായത് 11,000 × 10/100 ആണ് 1,100. ഇനി അപ്പം ഞാൻ എത്ര രൂപ നിക്ഷേപിക്കും? എൻ്റെ കയ്യിലുണ്ടായിരുന്ന 11,000 പ്ലസ് ഇപ്പോൾ പലിശയായി കിട്ടിയ 1,100 കൂടി ഞാൻ നിക്ഷേപിക്കുന്നു. അപ്പോൾ വീണ്ടും മൂന്നാമത്തെ വർഷത്തേക്ക് എത്ര രൂപയായി? 11,000 പ്ലസ് 1,100, അതായത് 12,100 ആണ്. 12,100 രൂപയാണ് ഞാൻ രണ്ടാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ വർഷത്തിലേക്ക് ഞാൻ നിക്ഷേപിക്കുന്നത്. ഇനി മൂന്നാമത്തെ വർഷം 10%, അതായത് 12,100, അതായത് 12,100ൻ്റെ 10% എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 1,210 അല്ലേ? അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? 1,210 പ്ലസ് 12,100 അല്ലേ? അതായത് 1,210 പ്ലസ് 12,100 എത്രയായിരിക്കും? 1,3310 അല്ലേ? ഇനി വീണ്ടും എനിക്ക് മൂന്നാമത്തെ വർഷം എത്ര പലിശ ലഭിക്കും? 10%. അപ്പോൾ എത്രയായിരിക്കും? 1,331 ആയിരിക്കും എൻ്റെ പലിശ കിട്ടുന്നത് അല്ലേ? അപ്പോൾ മൊത്തത്തിൽ എത്ര രൂപയായിരിക്കും? ഓൾറെഡി ഞാൻ 12,100 നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ ആ വർഷം പലിശയായി 1,330 കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര രൂപയായിരിക്കും? നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,4641 ആണ്. ഓക്കെ, ഇത്രയും രൂപയാണ് നമുക്ക് സാധാരണ നിക്ഷേപത്തിന് ലഭിക്കുന്നത്. അപ്പോൾ പലിശയുടെ മുകളിൽ പലിശ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തീർച്ചയായും നമുക്ക് കുറച്ചുകൂടി ലാഭമുണ്ടാകും. തീർച്ചയായും ബാങ്കുകൾ കൊടുക്കുന്നത് ഈ തരത്തിലുള്ള പലിശയാണ്. മാത്രമല്ല നിക്ഷേപത്തിനേക്കാൾ കൂടുതൽ പലിശ തീർച്ചയായും ലോണിനായിരിക്കും. അതങ്ങനെയാണ് തീർച്ചയായും പ്രവർത്തിക്കുക.